വർഷം 1999. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ദുർഘടമായതും ഉയരം കൂടിയതുമായ കാർഗിൽ എന്ന സ്ഥലത്ത് ഇന്ത്യൻ പട്ടാളം നടത്തിയ അതിസാഹസികമായ യുദ്ധത്തിന്റെ തുടക്കം കുറിച്ചത് അന്നാണ്. മെയ് മുതൽ ജൂലൈ വരെ ലഡാക്കിലെ ഹിമാലയ മലനിരകളിൽപ്പെടുന്ന കാർഗിലിൽ പാകിസ്ഥാൻ നടത്തിയ പിൻവാതിൽ യുദ്ധത്തിനെതിരെ ഇന്ത്യയുടെ കരസേനയും വായുസേനയും സംയുക്തമായി നടത്തിയ തീവ്രമായ തിരിച്ചടിയുടെ ഫലമായി പാകിസ്ഥാൻ പിടിച്ചെടുത്ത എല്ലാ ഔട്ട്പോസ്റ്റുകളും ജൂലൈ അവസാനത്തോടെ ഇന്ത്യ തിരിച്ചുപിടിച്ചു. ഇത്രയും ഉയരമുള്ള മേഖലയിൽ സ്വാഭാവികമായും അതിശൈത്യകാലത്ത് ഔട്ട്പോസ്റ്റുകൾ വിട്ട് സൈന്യം താഴ്വരയിലേക്ക് ഇറങ്ങാറുണ്ട്. ഇരുഭാഗത്തും ഇത് തന്നെയായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ ഇന്ത്യൻ പട്ടാളം താഴേക്ക് ഇറങ്ങിയ തക്കം നോക്കി അതിർത്തി ലംഘിച്ച് ഇന്ത്യയുടെ ഔട്ട്പോസ്റ്റുകൾ പാകിസ്ഥാൻ പട്ടാളം പിടിച്ചടക്കുകയായിരുന്നു. എല്ലാവിധ സൈനിക മര്യാദകളും ലംഘിച്ചാണ് പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യൻ ഔട്ട്പോസ്റ്റുകൾ കൈയടക്കിയത്. വളരെ ഉയരെ സ്ഥിതി ചെയ്യുന്ന ഈ മലമുകളിലേക്ക് തിരികെ കയറി ചെന്ന് മുകളിൽ മിഷൻ ഗണ്ണുകളുമായി താഴേക്ക് ഉന്നം പിടിച്ചിരിക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിവെച്ച് വീഴ്ത്തുക എന്നത് അസാധ്യമായ കാര്യം തന്നെയായിരുന്നു. അത് പാകിസ്ഥാൻ പട്ടാളത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റുകൾ വീണ്ടെടുക്കുവാൻ ഇന്ത്യക്ക് സാധിക്കില്ല എന്ന ചിന്തയിലായിരുന്നു പാകിസ്ഥാൻ. കരാറുകൾ എഴുതുകയും തിരുത്തുകയും ചെയ്യുന്ന പാകിസ്ഥാൻ എന്ന തീവ്രവാദി രാഷ്ട്രത്തിന് ഇതൊന്നും പ്രശ്നമായിരുന്നില്ല. കാശ്മീരും ലഡാക്കും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ച് കാർഗിൽ പ്രദേശം വെച്ച് വിലപേശി ഇന്ത്യയെ കാശ്മീർ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിൽ എത്തിക്കുക എന്നുള്ള ഗൂഢതന്ത്രമായിരുന്നു പാകിസ്ഥാൻ പയറ്റിയത്. തിരിച്ചടിക്കുള്ള ഇന്ത്യയുടെ യുദ്ധതന്ത്രത്തിൽ പ്രഥമ പരിഗണന ടോലോലിംഗ് കുന്നുകൾ തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു. അതിന് നിയോഗിക്കപ്പെട്ട 24 വയസ്സായ ക്യാപ്റ്റൻ വിക്രം ഭദ്രയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള പട്ടാളക്കാരും അത് കീഴടക്കുമ്പോൾ അടുത്ത ദൗത്യം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പോയിന്റ് 5410. 3 വശവും അതീവ ജാഗ്രതയോടെ കാത്തിരിക്കുന്ന പാകിസ്ഥാൻ പട്ടാളം. 4ാമത്തെ വശം ആർക്കും കടന്നു ചെല്ലുവാൻ സാധ്യമല്ലാത്ത കുത്തനെയുള്ള കുന്നുകൾ. ആ കുന്നുകളിലൂടെയാണ് ക്യാപ്റ്റൻ വിക്രം ഭദ്രയും കുറച്ച് പട്ടാളക്കാരും കൂടി അതിസാഹസികമായി മുകളിലെത്തിയതും പാകിസ്ഥാന്റെ ബങ്കറുകൾ തകർത്ത് പട്ടാളക്കാരെ വെടിവെച്ച് വീഴ്ത്തിയതും. ധീരതയുടെയും ആത്മധൈര്യത്തിന്റെയും കൊടുമുടിയിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ടൈഗർ കോളിംഗ് ഡെൽറ്റ 5140 കീഴടക്കിയിരിക്കുന്നു. യേ ദിൽ മാംഗെ മോർ. പാകിസ്ഥാൻ പട്ടാളത്തിന്റെ വയർലെസ് സന്ദേശം ഇന്റർസെപ്റ്റ് ചെയ്ത ഇന്ത്യൻ പട്ടാളം കേട്ടത് ക്യാപ്റ്റൻ വിക്രം ഭദ്രയെ പാകിസ്ഥാൻ വിളിക്കുന്നതും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വിക്രം ഭദ്രയ്ക്ക് നൽകിയ ഇരട്ട പേരായിരുന്നു എന്നതാണ്. അത് ഷേർഷാ എന്നായിരുന്നു. സൈന്യത്തിന്റെ അടുത്ത ലക്ഷ്യം പോയിന്റ് 4875 ആയിരുന്നു. അതുകൂടി തിരിച്ചു പിടിക്കേണ്ട ദൗത്യവും ക്യാപ്റ്റൻ വിക്രം ഭദ്രയ്ക്ക് വന്നു ചേർന്നു. പാകിസ്ഥാനിൽ ചേർന്നുള്ള ഈ പ്രദേശത്ത് നമ്മുടെ സൈന്യത്തിന്റെ ഓരോ നീക്കവും കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒരു പൊസിഷനിലായിരുന്നു ആ രാജ്യം. അതിസാഹസികമായി വിക്രം ഭദ്ര നടത്തിയ ഒരു ഓപ്പറേഷനിൽ എവിടെ നിന്നോ വന്ന ഒരു ബുള്ളറ്റ് ആ ജീവൻ അപഹരിക്കുമ്പോൾ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ സാധ്യമല്ലാത്ത രാജ്യസ്നേഹിയും അതിസാഹസികനും ധൈര്യശാലിയുമായ ഇന്ത്യയുടെ ഒരു ധീര യോദ്ധാവിനെയായിരുന്നു. പാകിസ്ഥാൻ പട്ടാളത്തെ തുരത്തി ആ പോയിന്റും അന്ന് തന്നെ ഇന്ത്യൻ സേന പൂർണ്ണമായും കീഴടക്കി. 26 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ രാജ്യം കാർഗിൽ യുദ്ധവിജയം ആഘോഷിക്കുമ്പോൾ അന്ന് പങ്കെടുത്ത ഇതേപോലെയുള്ള ധീര യോദ്ധാക്കളുടെ ഓർമ്മകൾ ഒരു ദീപമായി ജ്വലിച്ചു നിൽക്കുകയാണ്. കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിന്റെ അഭിമാനം കാത്ത വീര യോദ്ധാക്കൾക്ക് മുമ്പിൽ ഞങ്ങളുടെ പ്രണാമം. മൂവർണ്ണ പതാക ഉയർത്തിയ ശേഷം ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ അത് ധരിച്ചു തിരിച്ചു വരും. എന്തു തന്നെയായാലും ഞാൻ തിരിച്ചു വരിക തന്നെ ചെയ്യും. ക്യാപ്റ്റൻ വിക്രം ഭദ്ര, പരംവീര ചക്ര. ജയ് ഹിന്ദ്.